ഈശോ മിശിഹായെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏവർക്കും ആഗതമായിരിക്കുന്ന ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി നേർന്നുകൊള്ളുന്നു. ഓശാന തിരുനാൾ എന്ന സംഭവത്തെ സുവിശേഷകന്മാർ ചിത്രീകരിക്കുന്നത് യേശുവിൻ്റെ രാജകീയ പ്രവേശനം എന്നാണ്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. യേശു തന്നെ ഭരമേൽപ്പിച്ചിരുന്ന ദൗത്യമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ജെറൂസലേം എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. താൻ ഇത്രയും നാളെ ചെയ്ത ദൗത്യത്തിന്റെ ആ പൂർത്തീകരണത്തിനായിട്ട് ഈശോ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അറിഞ്ഞിരുന്നു ഈശോ തൻ്റെ അന്തിമമായ തൻ്റെ ജീവനും ജീവിതവും ഒക്കെ താൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഭൂമിക്കപ്പെടുവാനായിട്ട് പോവുകയാണെന്ന്. ജെറൂസലേം എന്ന വാക്കിനർത്ഥം സമാധാനം എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ജെറൂസലേമിനെ കുറിച്ച് നമ്മൾ ലൂക്കാ സുവിശേഷകൻ 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് ഈ നഗരത്തെ കുറിച്ച്. ജെറൂസലേം ജെറൂസലേം, പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന നിങ്ങളെ, ഒരു പിടക്കോഴി തന്റെ ചിറകിന്റെ കീഴിലെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ രക്ഷിക്കുവാനായിട്ട് എത്രയോ പ്രാവശ്യം ഞാനും ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങൾ എന്നിൽ നിന്ന് മറുതലിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥപരമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ അവഗണിച്ചത് എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ജെറൂസലേം നിവാസികൾ സത്യത്തിന് നേരെയും അതുപോലെ നന്മയ്ക്ക് നേരെയും ഒക്കെ കണ്ണടച്ചുകൊണ്ട് തങ്ങളുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശുവിന്റെ വേദന അവൻ ഒരു വിലാപരോധനമായിട്ട് ഇവിടെ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ ഈ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ കൂടെ പ്രവേശിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ജെറൂസലേമിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അനേകം ജനതകളെ അവൻ ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് പാടി സ്തുതിച്ചപ്പോൾ യേശുവിനറിയാമായിരുന്നു തന്റെ ജീവിതത്തില് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അനുഭവിക്കുവാനായിട്ട് പോകുന്ന കഠോരമായ യാതനകളും വേദനകളും ഒക്കെ. ഇപ്പോഴും ഈ സ്തുതി പാടുന്ന പാടകർ തന്നെ തന്റെ ജീവന് വേണ്ടി മുറവിളി കൂട്ടുമെന്നും ആക്രോശം മുതിർക്കുമെന്നും ഒക്കെ യേശുവിന് അറിയാമായിരുന്നു. പക്ഷെ അവനെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിന് നമുക്ക് വേണ്ടി ഓശാനകളും ഒക്കെ പാടുന്ന പല വ്യക്തികളും നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും പലപ്പോഴും അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവാനാണ് ഈശോ പറയുന്നത്. ഇന്ന് നിനക്ക് വേണ്ടി ഓശാന പാടുന്ന ആ വ്യക്തികൾ നിനക്ക് വേണ്ടി അധികം താമസിക്കാതെ തന്നെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ശാസനകളായിട്ട് മാറുമെന്ന് ഒരു ചിന്ത നമ്മുടെ മുൻപിൽ വചനം പറഞ്ഞു തരികയാണ്. അതുപോലെ ഒരു തൊപ്പിക്ക് ഉള്ളിൽ തന്നെ രണ്ട് മുഖങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന, ഒരു ശ്വാസത്തിൽ തന്നെ ചൂടും തണുപ്പും വമിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മളെ കാണിക്കുവാൻ വേണ്ടി പൂക്കൾ വിതറുകയും അതുപോലെ നമ്മുടെ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മൾ കാണാതെ മുള്ളുകൾ വിതറുകയും ചെയ്യുന്ന മനുഷ്യരെ തിങ്ങി വസിക്കുന്ന ഇടത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ക്രിസ്തു തിരഞ്ഞെടുത്തത് തന്റെ പട്ടണം പ്രവേശിക്കാനായിട്ട് അവൻ തിരഞ്ഞെടുക്കുന്നത് ഒരു കഴുതയെയാണ്. ആ കഴുതയുടെ ഉടമസ്ഥനോട് ഇതെന്ന് പറയുകയാണ് ശിഷ്യന്മാരെ, അങ്ങയുടെ ഈ കഴുതയെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ആ വാക്കുകേട്ട് ആ യജമാനൻ തന്റെ കഴുതയെ ഈ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു കഴുത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പുച്ഛഭാവമാണ് നമുക്ക് വരുന്നത്. കേവലം ബുദ്ധിയില്ലാത്ത, ഒരു വിലയുമില്ലാത്ത ഒരു ജീവിയാണ് യേശു തന്റെ രാജകീയമായ പ്രവേശനത്തിന് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം.
എന്റെ ജീവിതത്തിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരാലെല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവർ, നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് ആവശ്യമുണ്ട് എന്ന സുന്ദരമായ ചിന്തയാണ് ഈ ഓശാന നമുക്ക് നൽകുന്നത്. ജനിച്ച അന്ന് മുതൽ വായ്പ വാങ്ങി ജീവിച്ചവനായിരുന്നു നമ്മുടെ ക്രിസ്തുനാഥൻ. ജനിക്കുവാനായിട്ട്, പിറന്നു വീഴുവാനായിട്ട് ഒരു കൂരയില്ലാതിരുന്നവൻ, അവൻ വായ്പ മേടിക്കുകയാണ് ഒരു പുൽത്തൊഴുത്ത്. അതുപോലെ തന്നെ വേദം പഠിപ്പിക്കുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനൊക്കെയായിട്ട് സമയമായപ്പോൾ ശിമയോന്റെ മരണം വായ്പയ്ക്ക് മേടിക്കുന്നു. കുരിശ് മരണത്തിലേക്ക് പടിവാതിൽ എത്തിയപ്പോൾ ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി ആ പടയാളിയുടെ നീർപ്പഞ്ഞി അവൻ വായ്പ മേടിക്കുകയാണ്. എന്തിനേറെ, താൻ ഒത്തിരിയേറെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കുവാനായിട്ട്, സ്വന്തം മാറ് പിളർക്കുവാനായിട്ട് ആ ശതാധിപന്റെ കുന്തവും അവൻ വായ്പ മേടിക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെ മുൻപിലും ഒന്ന് താഴ്ന്നു കൊടുക്കുവാനായിട്ട്, അത് വലിയവനായാലും ചെറിയവനായാലും ഒന്ന് താഴ്ന്നു കൊടുക്കുവാനുള്ള ചിന്ത യേശു പറയുകയാണ്. 10,000 പേർക്ക് വേണ്ടിയും 5 അപ്പം കൊണ്ടും അതുപോലെ 2 മീനുമൊക്കെ വാങ്ങുന്നത് കേവലം ഒരു ബാലനിൽ നിന്നാണ്. പ്രിയമുള്ളവരും, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനുള്ള, മറ്റവന് എൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പില് അവന്റെ മുൻപിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നിന്റെ കൂടെ, നിന്റെ മനസ്സിലും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ബിഷപ്പ് ഷീനെ കുറിച്ച് നമുക്കറിയാം. ലോകമെന്നും അറിയപ്പെടുന്ന ഒരു വചന പ്രഘോഷകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വചനങ്ങളൊക്കെ കേട്ടതിന് ശേഷം, എന്തധികാരത്തിലാണ് നിനക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട്, എന്ത് യോഗ്യതയുണ്ട് എന്ന് തന്നെ കളിയാക്കിയവരോട് അവൻ പറയുക ഇപ്രകാരമാണ്: നിങ്ങളോളം ബുദ്ധിശക്തിയും കഴിവുകളും എനിക്കില്ല, മറിച്ച് ഇന്നത്തെ ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള, ഇന്നത്തെ ഈ ജനത്തിന് ആവശ്യമായിട്ടുള്ള പാപകരമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതല്, അവന്റെ മുറിവുകളിൽ ഒരു ലേപനമായിട്ട് മാറുവാനുള്ള ഒരു കഴുതയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാ അധ്യാപകന്മാരാലും മറ്റ് സഹപ്രവർത്തകരാലും ഒക്കെ അവഗണിക്കപ്പെട്ട ജന്മമായിരുന്നു വാഴ്ത്തപ്പെട്ട വിശുദ്ധനായ മരിയ വിയാനിയുടേത്. എല്ലാവരാലും തന്നെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ വിയാനി പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്: പ്രിയമുള്ളവരെ, പഴയ നിയമത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ കേവലം ഒരു കഴുതയോട് തലയോടുകൊണ്ട് ആയിരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഫിലിസ്ത്യരുടെ ഇടയിൽ നിന്നും ഇസ്രായേലിനെ വിജയിപ്പിച്ച ഒരു ദൈവത്തെ, അതിന് സാക്ഷിയായിട്ട് അതിനുവേണ്ടി വർദ്ധിച്ച ഒരു സാംസനെ നാം കാണുന്നുണ്ട്. ഇപ്രകാരം ഒരു തലയോടുകൊണ്ട്, ഒരു കഴുതയുടെ തലയോടുകൊണ്ട് കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ, ഒരു ജീവിക്കുന്ന ഒരു കഴുതയായ എന്നെയും കൊണ്ട് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവിന് സാധിക്കുമെന്നാണ് ആ വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓശാനയുടെ നാളുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ വിലയേറിയ വസ്ത്രങ്ങളൊക്കെ ഊരി ആ നിരത്തിലേക്ക് വിതയ്ക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഓശാന ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വയ്ക്കുവാനായിട്ട്, എൻ്റെ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമായിരിക്കാം, എനിക്ക് ഏറ്റവും ഉപകാരപ്രദമെന്ന് തോന്നുന്ന കാര്യങ്ങൾ തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെ 2ാം ലോകമഹായുദ്ധം കടുപിരികൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കൻ സൈന്യം ജർമ്മനിയിലെ ഒരു നഗരത്തിലേക്ക് അതിക്രമിച്ചു കടക്കുകയാണ്. അവിടെ അവർ ഒരു ദേവാലയം, ഇടിച്ചു തകർക്കപ്പെട്ട ഒരു ദേവാലയം കണ്ടുമുട്ടുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവർ യേശുവിന്റെ കൈ സൂക്ഷിച്ച ഒരു പ്രതിമ കണ്ടുപിടിക്കുകയാണ്. ഉയർന്ന ഒരു പീഠത്തിൽ ആ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം അവർ അതിന്റെ ചുവട്ടിൽ പ്രകാരം എഴുതി വെച്ചു: ക്രിസ്തുവിന്റെ കൈകളായിട്ട് ഇനി വർദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളാണ്. ഈ വാക്കുകളോട് ചേർത്ത് പറയുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തലയിടിക്കണം. ഈശോ നമ്മോട് പറയുകയാണ്: എനിക്ക് നിന്റെ കൈകൾ ആവശ്യമാണ് ഈ ലോകത്തില് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്. എനിക്ക് നിന്റെ കാലുകൾ ആവശ്യമാണ് ഈ ലോകത്തിലുടനീളം ചുറ്റി നടന്നുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട്. എനിക്ക് നിന്റെ ഹൃദയം ആവശ്യമാണ് മറ്റുള്ളവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് കാപട്യമില്ലാതെ സ്നേഹിക്കുവാനായിട്ട്. എനിക്ക് നിന്നെ മുഴുവനായിട്ടും ആവശ്യമാണ്. അതായത്
നിന്നിലൂടെ എനിക്ക് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് നിന്നെ പൂർണ്ണമായിട്ട് എനിക്ക് ആവശ്യമാണെന്നാണ് ഈശോ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമായ ആഴ്ചയിലേക്ക്, ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മളെ സംബന്ധിച്ച, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കടന്നു വന്ന ആ വഴികളിൽ നിന്നും മാറിയിട്ട് മാനസാന്തരത്തിൻ്റെതായ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരു പരിവർത്തനം ആവശ്യമാണ് എങ്കിൽ എൻ്റെ ഏത് മേഖലകളിലാണ് പരിവർത്തനം വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ ഓശാനയുടെ നാളുകൾ കഴിയുമ്പോഴേക്കും നമ്മുടെ മുൻപിൽ വരുന്നത് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ദുഃഖവെള്ളി ആഴ്ചകളാണ്. അതുകൊണ്ട് നമ്മുടെ കൂടപ്പിറപ്പിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, കാപട്യമില്ലാതെ സ്നേഹിക്കുവാനായിട്ട്, ഇസ്രായേൽക്കാരെ സ്നേഹിച്ചതുപോലെ കാപട്യത്തോട് സ്നേഹിക്കാതെ കാപട്യമില്ലാതെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ഈ ഓശാന തിരുനാളിൽ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജയബലികളുടെ മധ്യത്തിൽ പ്രതാപശാലിയായി ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച കർത്താവേ, എബ്രായ ബാലന്മാരുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച അവരെ അനുഗ്രഹിച്ച കർത്താവേ, ജനങ്ങൾ നിശബ്ദരായിരുന്നാൽ നിർജീവങ്ങളായ കല്ലുകൾ തന്നെ ആർന്നു വിളിക്കുമെന്ന് അടിച്ചത് കർത്താവേ, മനുഷ്യരുടെ മുമ്പിൽ അംഗീകരിച്ച് പറയുന്നവരെ സ്വർഗപിതാവിന്റെ മക്കൾ താനും അംഗീകരിച്ച് പറയുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ ലോകത്തിൽ അവതരിച്ച ഇസ്രായേലിന്റെ രാജാവായ കർത്താവേ, ശാന്തശീലം വിനീതകൃതനുമായ കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിശിഹായേ, അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങളോർത്ത് കീർത്തനം പാടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആകാശപരദേശയിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ നിത്യാനന്ദം അനുഭവിക്കുവാനും സ്വർഗീയ ഗാനങ്ങൾ പാടി നിരന്തരം അങ്ങേ അനുഗമിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യരോഗായ്ക്കും സ്തുതിയെന്നു
മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിഹീനരായിടുവാൻ. സർവസൃഷ്ടിജാലവും തീർന്ന ദൈവമാം സത്യനാഥനാം സൃഷ്ടികളുടെ പുത്രനാം യേശുദൈവത്തെ വിശ്വസിക്കും വന്യനാം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേയന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും
ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശയുടെ കൃപയാൽ ഈ ബന്ധം സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരതീർത്ഥങ്ങളാകുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, ഈശ്വര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തിലും ശുദ്ധിയോടുകൂടെ കർത്താവെന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ ആദരവുകൾ നിന്ന് ഇവിടെ ആശ്രയിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുകയും ഭയവത്തിന്മാര രഹസ്യങ്ങൾ ഊതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാന സമുദ്രമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സർവത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ ഞങ്ങൾ ദൈവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൗഢാതൻ സർവവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടണമെന്ന കൃപ
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്.
ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്യുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാതി എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിങ്ങളെ പഠിപ്പിച്ചതുപോലെ ബലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ അർപ്പിക്കുകയോ അഗ്നിയാനന്ദത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സുപ്രീതികണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വന്ദനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസൻ അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ ഈശ്വരയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും മൗനീയവും വൈഭവീജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിനാദരാ ഞങ്ങൾ അർപ്പിക്കും.
സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് സ്വന്തമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സ്വദേശവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ, ജീവന്റെ ആഹാരമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകതയോടെ സമീപിക്കാം. അനുതാപത്തുള്ള ആകർഷണത്തോടെ അപരാധനെ ബന്ധിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വന്തത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാമോദനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും മടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുക. ശബ്ദത്തിന്റെ ദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധമായ അത്ഭുതത്തിൽ എത്തിപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സുരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
രാജാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സമയം സ്വീകരിക്കുക. ഇന്ന് രണ്ടാമത്തെ കുർബാന 10 മണിക്ക് ആയിരിക്കും. വൈകുന്നേരം 5 മണിക്കുള്ള കുർബാനയും ഉണ്ടായിരിക്കും. പ്രസവ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിക്കും. നേരത്തെ ഞാൻ അറിയിച്ചതുപോലെ പ്രസവ വ്യാഴാഴ്ചത്തെ ഒരു സ്തോത്രപ്പിരിവ് നമ്മുടെ രൂപതയിലെ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് നൽകുവാനായിട്ടുള്ളതാണ്. കൂടാതെ പ്രസിഡന്റുമാരെ കവർ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും. നിങ്ങൾ ഉദാരമായി അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്തോത്രപ്പിരിവിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. കവറിൽ പേരെഴുതി വീട്ടുപേരെഴുതി വേണം ഇവിടെ ഏൽപ്പിക്കുവാൻ എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ദുഃഖവെള്ളിയുടെ തിരുക്രമങ്ങൾ പതിവുപോലെ രാവിലെ 8 മണിക്ക് പരിഹാര പ്രദക്ഷിണത്തോടുകൂടെ ആരംഭിച്ച് നെല്ലാപ്പാറയിൽ ചെന്ന് തിരിച്ച് ദേവാലയത്തിൽ എത്തിയതിന് ശേഷം എല്ലാവർക്കും കരികുന്നം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നാരങ്ങ വെള്ളം ഒരുക്കിയിട്ടുണ്ട്, അവരെ നൽകുന്നതാണ്. അതിനുശേഷമാണ് ദുഃഖവെള്ളിയുടെ ദേവാലയത്തിലെ തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത്. അതിന് ശേഷം എല്ലാവർക്കും ഉച്ചക്കഞ്ഞി നൽകുന്നതാണ്. ചൊവ്വാഴ്ച രാവിലെ 9:30 മണിക്ക് മാങ്ങ അരിയുവാനും അതോടൊപ്പം നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയുള്ള ചട്ടി കഴുകുവാനും ഉള്ള ദിവസമാണ്. മാങ്ങ ഉള്ളവർ തിങ്കളാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോ അത് കൊണ്ടുവരണം, ദേവാലയത്തിൽ കൊണ്ടുവരണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഉള്ളവരെല്ലാവരും തന്നെ മാങ്ങ കൊണ്ടുവരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മാങ്ങ അരിയുവാനുള്ള കത്തിയൂടെ കരുതണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആണുങ്ങളും അതുപോലെ കേശുവിൽ അംഗങ്ങളും കൂടുതലായിട്ട് വരണം. ചട്ടി കഴുകി കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കൂടുതൽ പുരുഷന്മാരുടെയും സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു വാർഡിൽ നിന്ന് ഇത്ര പേരായിട്ട് പരിമിതപ്പെടുത്തിയിട്ടില്ല. സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കുചേരണം എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ദുഃഖശനിയുടെ തിരുക്രമങ്ങൾ ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ആയിരിക്കും. ഈസ്റ്ററിൻ്റെ തിരുക്രമങ്ങൾ ഞായറാഴ്ച രാവിലെ 5 മണിക്ക് ആയിരിക്കും. 3 മണിക്കല്ല, 5 മണിക്കായിരിക്കും. അഭിനന്ദ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ഫൊറോനയിലെ എല്ലാ പള്ളികളിലും ഒരേ സമയത്ത് തിരുക്രമങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഫൊറോനയിലെ എല്ലാ ദേവാലയങ്ങളിലും ഞായറാഴ്ച രാവിലെ
5 മണിക്കാണ് ഉത്ഥാനത്തിൻ്റെ തിരുക്രമങ്ങൾ. രണ്ടാമത്തെ കുർബാന 7:30 മണിക്ക് ആയിരിക്കും. പിന്നീട് അറിയിക്കുന്നതാണ്. അന്ന് വൈകുന്നേരത്തെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം കൂടെ അറിയിക്കുന്നു. +2കാരുടെ സ്പെഷ്യൽ കോഴ്സ് ഏപ്രിൽ 26 മുതൽ 29 വരെ തുവാലിസായി വെച്ച് നടക്കുകയാണ്. കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കേണ്ട കോഴ്സാണ്. അവര് പോകാനായിട്ടുള്ള കുട്ടികൾ ഹെഡ്മാസ്റ്ററുമായിട്ട്, ഇടപാടത്തിൻ്റെ ഹെഡ്മാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുക. 11-12 ക്ലാസ്സിലെ പരീക്ഷ എഴുതാത്ത കുട്ടികൾ 2 ദിവസത്തിനുള്ളിൽ ഹെഡ്മാസ്റ്ററെ പക്കല് വിവരം അറിയിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇന്നലെ കൂടിയ പാരിഷ് കൗൺസിലിലെ 2 തീരുമാനങ്ങൾ എടുത്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ പ്രധാന ഗേറ്റ് അത് കുറെ കൂടെ വീതി കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ വാഹനങ്ങൾ കടന്ന് തിരിഞ്ഞ് പോരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറഞ്ഞതിൻ്റെ, അതുപോലെ ഒരു റഷ്നെസ്, ഒരു ധാരാളം വാഹനങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പാരിഷ് കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രധാന ഗേറ്റിൻ്റെ വീതി കൂട്ടുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. അതുപോലെ 12 കുടുംബ കല്ലറകൾ പള്ളി പണിയുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് 75,000 രൂപയാണ് ഒരു കല്ലറയ്ക്ക്. താല്പര്യമുള്ളവര് എത്രയും നേരത്തെ തന്നെ കൈക്കാരന്മാരുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊരു കാര്യം, നമ്മുടെ പാരിഷ് കൗൺസിലിലേക്കും അതുപോലെ തന്നെ കൂടാര പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുവാനുള്ള സമയമായി. മെയ് 15 മുൻപ് ലിസ്റ്റ് അരമനയിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അറിയിക്കുന്നതാണ്. കൂടാരങ്ങൾ 24 വാർഡും ഈ ഒരു ലക്ഷ്യത്തിനായിട്ട് കൂടുകയും അവിടെ വെച്ച് പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ വർഷം 8 വാർഡുകൾ വനിതാ വാർഡുകളാണ്. അത് പാരിഷ് കൗൺസിലിൽ വെച്ച് ആ വനിതാ വാർഡ് കുറിയിലാണ് തിരഞ്ഞെടുത്തത്. താഴെ പറയുന്ന വാർഡുകൾ വനിതാ വാർഡുകളായിരിക്കും ഈ 3 വർഷവും. വാർഡ് 2, 10, 11, 13, 14, 18, 20, 24 ഈ വാർഡുകൾ വനിതാ വാർഡുകളായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചത്തെ ഉച്ചക്കഞ്ഞി ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ ഇടവകയിലെ വടക്കുമുറി പുളിഞ്ചുവട് ഭാഗത്തെ ശ്രീ പിന്റുവിൻ്റെ നേതൃത്വത്തിലുള്ള യുവജനങ്ങളാണ്. ഇവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വിശ്വാസ വിരുന്ന് ഏപ്രിൽ 7 മുതൽ 11 വരെയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ വാർഡ് ബേസിലാണ് നമ്മൾ ഈ വിശ്വാസ വിരുന്നിനെ സഹായിക്കുന്നത്. കൂടാതെ പ്രസിഡന്റുമാരോട് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് പറയും. 5 ദിവസത്തെ കാര്യങ്ങൾ, ഒരു ദിവസത്തെ ചെലവ് 5 വാർഡുകൾ കൂടി ഏറ്റെടുത്ത് നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവർ നിങ്ങളോട് പറയും. നിങ്ങൾ അതിനോട് സഹകരിക്കുക. അതുപോലെ തന്നെ അധ്യാപനത്തിന് ഈ 5 ദിവസം സഹായിക്കുവാനായിട്ട് ആളുകളെ ഓരോ വാർഡിൽ നിന്നും 4 പേരോളം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് പറയുമ്പോൾ സഹകരിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. വിശ്വാസം ഇരുന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 5 ദിവസത്തെ ഇടവക മുഴുവനും നമ്മുടെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനോട് സഹകരിക്കണം. ഒരു കാര്യം പറയുവാനുള്ളത്, വിശ്വാസ വിരുന്ന് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പങ്കെടുക്കണം. അവരുടെ പ്രമോഷന് ഇത് നിർബന്ധമാണ് എന്ന് മുകളിൽ നിന്ന് അറിയിച്ച ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്, യാതൊരു തരത്തിലും കുട്ടികൾ ആബ്സെന്റ് ആകരുത്. അങ്ങനെ ആബ്സെന്റ് ആയാൽ അത് പ്രമോഷനെ ബാധിക്കും എന്ന കാര്യം കൂടെ മാതാപിതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാളെ മുതൽ കുർബാനയ്ക്ക് മുൻപും 2 കുർബാനയ്ക്ക് മുൻപും കുർബാനയ്ക്ക് ശേഷവും കുമ്പസാരിക്കുവാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കുമ്പസാരിക്കുവാനായിട്ടുള്ള
സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. പൊതുകുമ്പസാരം ഇനി ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 2 കുർബാനയുണ്ട്. പതിവ് പോലെ 6 മണിക്കും 6:45. വ്യാഴാഴ്ചയാണ്. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം ഒരു കുർബാനയും ഉണ്ടായിരിക്കുകയുള്ളൂ ഈ ആഴ്ചയിൽ. ഷെഫിലിയാർ ഔസേപ്പ് ചാക്കോ പുളിമൂട്ടിൽ നിര്യാതനായി. മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ 3:30 മണിക്ക് ചുങ്കം പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രക്കാഴ്ച 10,168 രൂപയാണ്. ഇനി ആർക്കെങ്കിലും കുരുത്തോല ലഭിക്കുവാനായിട്ടുണ്ടെങ്കിൽ അവരെ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്നാൽ മതി. നിങ്ങൾക്ക് കുരുത്തോല നൽകുന്നതാണ്. സുദൃഢവും പരിശുദ്ധവും ജീവിതായുധ ദീർഘമായ ദിവസങ്ങളിൽ സമീപിച്ച് ഇവയെ നമ്മുടെ നേതാവായ ദൈവത്തിന് സ്തുതിക്കുന്നതിനെ സമർപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണോത്ഥാനം അനുസ്മരിക്കുന്ന ഈ പരിഹാരങ്ങളിൽ പങ്കുചേരുവാനും ദൈവരഹസ്യങ്ങളിൽ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഓശാനങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പ്രസാരത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരുവാനും അവരാവും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോൾ എപ്പോൾ എന്നേക്കും. ഈ ഇടവക താഴത്തുറൂരിൽ ജോണി LC മകൾ വീട്ടുവും ചിങ്ങവനം സെന്റ് ജോൺസ് പള്ളി ഇടവക കൊച്ചുമങ്കരയിൽ ജോൺ C മോളി മകൻ ജോർജ് കുട്ടിയും തമ്മിലും ഈ ഇടവക പൂതക്കാട്ട് ജെയിംസ് മോളി മകൻ മനുവും ചെറിയ